നമസ്കാരം. അങ്ങനെ കാട്ടാളനിൽ നിന്നും ഓടി രക്ഷപ്പെട്ട് എങ്ങനെയൊക്കെ വീട്ടിലെത്തിയിട്ട് ഒരു വിശ്രമത്തിലാണ്. എന്തോ ഒരു സന്തോഷം. ഇപ്പോൾ ഈ പടം മൊത്തത്തിലൊരു ബ്ലാക്ക് ടോണാണ് ഇവന്മാർ കൊടുത്തിരിക്കുന്നത്. അതിപ്പോൾ KGF പ്രേതം കയറിയതാണോ എന്ന് എനിക്കറിയില്ല. ബ്ലാക്ക് ടോണ്, BGM BGM, ഒരു സീനിലും BGM ഇല്ലാത്തില്ല. BGM എന്ന് പറഞ്ഞാൽ ചെവി പൊട്ടുക, എന്തൊക്കെയൊക്കെയോ ഒരു സംസാരിക്കുന്നുണ്ട്, ബാക്കിൽ നിന്ന് ഇംഗ്ലീഷിൽ എന്തൊക്കെയൊക്കെയോ സംസാരിക്കുക, അതൊക്കെയാണ് BGM എല്ലാ സീനിലും. അതിന് പുറമെ നായകനായാലും വില്ലനായാലും വില്ലൻ്റെ ഒപ്പം നിൽക്കുന്ന ജൂനിയർ ആർട്ടിസ്റ്റുകൾ, വില്ലൻ്റെ പിന്നെ വലത് കൈയും ഇടം കൈയും വലം കൈയും, ഇവന്മാരൊക്കെ സ്ലോ മോഷൻ. ഈ പടത്തിൽ ഈ സ്ലോ മോഷൻ സീൻ ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ ഒരു 1.5 മണിക്കൂറേ ഉണ്ടാവുള്ളൂ. ഒന്നത്. രണ്ട്, ഞാൻ ഈ പറഞ്ഞ ആകെ ഇരുട്ടാണ്, മൊത്തം സ്ക്രീന് മൊത്തം ഇരുട്ടാണ്. ഈ ഇരുട്ടിന് പുറമെ എല്ലാവരും ചുരുട്ട് വലിയോട് വലി, സ്ലോ മോഷൻ, ചുരുട്ട്, ഇരുട്ട്, ഇതാണ് സ്ഥിതി. ഇതിനിടയിൽ നമുക്ക് എന്തെങ്കിലും ഒന്ന് കാണണ്ടേ? ശരി, ആയിക്കോട്ടെ, ചില പഴയ കാലഘട്ടമൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ഒരു ഫിൽറ്റർ ഉപയോഗിക്കാറുണ്ട്. ഇത് മൊത്തം തന്നെ എന്താ ചെയ്യുന്നത്? അതിൻ്റെ ഇടയിൽ കൂടെ പിന്നെ നമ്മളെ കിങ് ഓഫ് കൊത്തേത്ത പോലെ അതിൽ പിന്നെ ഗോകുൽ സുരേഷായിരുന്നു, ഇതിൽ ജഗദീഷാണ്. പുള്ളി വന്നിട്ട് ഇങ്ങനെ കഥാപ്രസംഗം പുള്ളി പറയുക. ഇപ്പം കിങ് ഓഫ് കൊത്തേലുണ്ടല്ലോ, രാജുഭായ് ഭയങ്കര ക്രൂരനായിരുന്നു. രാജുഭായിനെ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും ഓടി രക്ഷപ്പെടുമായിരുന്നു. പിന്നെ രാജുഭായി പിന്നെ കണ്ണുരുട്ടും പേടിപ്പിക്കും, ഇങ്ങനെയൊക്കെ പറയുക. ഇയാൾ ഇങ്ങനെ പറയുക, എന്നിട്ട് ഇതിങ്ങനെ കേട്ടിരിക്കുന്ന ആൾ ഇങ്ങനെ പേടിക്കുക. ഇത് കേട്ട് നിൽക്കുന്ന ആൾക്കാരും പേടിക്കണം, നമ്മൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളും പേടിക്കണം. ആ ഒരു സെറ്റപ്പിൽ ഇയാളിങ്ങനെ പറയുക. ഇതിൻ്റെ ഏറ്റവും വലിയ കോമഡി ഒരു മിനിറ്റിൽ ഒരു 45 പ്രാവശ്യം മറ്റോ ആനക്കൊമ്പ് എന്ന് പറയുന്നുണ്ട്. ആനക്കൊമ്പ് കൊണ്ട് ആനക്കൊമ്പ്. നമുക്ക് കുറച്ച് കഴിയുമ്പോൾ പ്രാന്തടിച്ചിട്ട് പറയും, പൊന്നാര ചെങ്ങന്മാരെ നിങ്ങൾ വേറെ എന്തെങ്കിലും പറയും, ആനക്കൊമ്പ് വിട്ടിട്ട് വേറെ എന്തെങ്കിലും ഒന്ന് സംസാരിക്കെങ്കിലും ചെയ്യും. ഇവർക്ക് ആകെ സംസാരിക്കാനുള്ള വിഷയം ആനക്കൊമ്പ്. എന്ത് പറഞ്ഞാലും ആനക്കൊമ്പ്. ഈ ആനക്കൊമ്പൊന്ന് ഒഴിവാക്കിയിട്ട് വേറെ എല്ലാം പറയാന്നാണ്. വേറൊന്നുമില്ല, വളരെ ഫ്ലാറ്റായിട്ട് പറയുന്ന ഒരു സാധനം. ഇതിനകത്ത് കഥാപാത്രങ്ങളുടെ എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള എന്തെങ്കിലും സാധനങ്ങളോ, കഥാപാത്രങ്ങളെ എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള കാര്യങ്ങൾ വൻ കോമഡിയാണ്. ഇത് പഴയ MN നമ്പ്യാർ, ജോസ് പ്രകാശ് നേരെ മുതലാക്കി തീറ്റ കൊടുക്കണൊക്കെ വില്ലന്മാർ. ഇവന്മാരൊക്കെ ഏത് കാലഘട്ടത്തിലാണ് മനസ്സിലാവുന്നില്ല. എന്നിട്ട് ഇവന്മാർ പേടിക്കാൻ വേണ്ടിയിട്ട് കുറേ താടിയും അങ്ങനത്തെ ഇതൊക്കെ ആയിട്ട് കത്തിയും തോക്കും ഒക്കെ ആയിട്ട് കുറേ ആൾക്കാർ നിൽക്കുക. ഇൻട്രൊഡക്ഷനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 500 സിനിമയിലുണ്ട് ഇൻട്രൊഡക്ഷൻ. അതേപോലെ തന്നെ വില്ലനൊക്കെയാണ്, അല്ല നായകനാണ് അതിലും വലിയ കോമഡി. ഒരു കൊമേഴ്ഷ്യൽ സാധനമാണ്. എല്ലാ കൊമേഴ്ഷ്യൽ സാധനങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണ്, വിജയിച്ച പടങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യുക. പക്ഷെ അതിനകത്തൊരു സ്ക്രിപ്റ്റ് ഉണ്ടാവും. നമ്മൾ ആദ്യം കഥേൻ്റെ ഉള്ളിലേക്ക് കയറണം, എന്തെങ്കിലും ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് കഥാപാത്രങ്ങളെയോ അല്ലെങ്കിൽ ഭയങ്കര ഫ്ലാറ്റാണിത്. ഇതിന് പകരം വേറെ എന്തെങ്കിലുമൊക്കെ ഇമോഷണൽ ട്രാക്കോ അല്ലെങ്കിൽ വേറെ ഒരു ലൊക്കേഷനോ എന്തെങ്കിലും കാണിക്കാമല്ലോ. ഇത് വില്ലന്മാരെ കൊള്ള സങ്കേതം, അതേപോലെ തന്നെ കാട്, മൊത്തം ഗ്രാഫിക്സ് ആണ് കുറേ സാധനങ്ങളൊക്കെ. സത്യം പറഞ്ഞാൽ ഈ പടം കാണാൻ തന്നെ ഞാൻ തീരുമാനിച്ചത് 2 കാര്യങ്ങളാണ്. ഒന്ന് പെപ്പെ, അവനെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. RDX ആണെങ്കിലും അങ്കമാലി ഡയറീസ് ആണെങ്കിലും ഇതൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല കേട്ടോ. അതൊക്കെ രണ്ടും കിട്ടില്ലം പടങ്ങളാണ്. RDXലും പറയുമ്പോൾ ഒന്നുമില്ല പടത്തിൽ, ക്ലീശ സാധനങ്ങളാണ്. പക്ഷെ അവന്മാരത് ചെയ്തു വെച്ചിരിക്കുന്ന എടുപ്പീര് ഗംഭീര തരിപ്പ് സാധനമാണ്. അതിന് പണി അറിയണം. അത് അങ്കമാലി ഡയറീസിലാണെങ്കിലും ഇപ്പം വില്ലൻ എന്നൊക്കെ പറയുമ്പോഴേ ഈ പടം കണ്ടപ്പോൾ ഞാൻ 1-2 വില്ലന്മാരങ്ങനെ വിചാരിച്ച്. ഇവന്മാർ കണ്ണുരുട്ടി പേടിപ്പിച്ചിട്ട് അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാരെ തലയൊക്കെ അറുത്ത്, അതുപോലെ തന്നെ കുട്ടികളൊക്കെ ഉപദ്രവിച്ച്, പാവപ്പെട്ട ഇങ്ങനെ നിൽക്കുന്ന ആൾക്കാരൊക്കെ തലയൊക്കെ അടിച്ച് പൊളിച്ച് 45 ആൾക്കാർ ഇത് മൊത്തം കണ്ടു നിൽക്കുക. ഇതൊന്നും ചെയ്യണ്ട. ഇപ്പൊ അങ്കമാലി ഡയറീസിന്റെ കാര്യം പറഞ്ഞപ്പോൾ അങ്കമാലി ഡയറീസിൽ ഒരു ഡയലോഗ് ഉണ്ട്, നീ റീറ്റെയിലും ചെയ്യില്ല, ഹോൾസെയിലും ചെയ്യില്ല, ഒരു മറ്റതും ചെയ്യില്ല. നീ ഇത് കണ്ടിട്ടുണ്ടോ? ഇതാണ് തോട്ട. ആ ഒരു മൊമെന്റിൽ പുള്ളി എന്താണ് നമുക്ക് മനസ്സിലായി. വില്ലനെ കാണിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ 1-2 എന്താ പറയുക പാത്ര സൃഷ്ടി നല്ല വൃത്തിക്ക് എഴുതി വെച്ചിട്ട് അയാൾക്ക് കുറച്ച് ക്യാരക്ടറൈസേഷൻ ഒക്കെ ചെയ്ത് നമ്മളെ ഉള്ളിലേക്ക് ആദ്യം കയറ്റണം. വേണ്ടേ? അല്ലെങ്കിൽ നമുക്ക് ഒന്നും ഫീൽ ചെയ്യില്ല. ഇതൊരു ഫ്ലാറ്റ് ആയിട്ട് എന്ത് ചെയ്യാനാ? ഫസ്റ്റ് ഷോയാണ് ഞാൻ പടം കാണുന്നത് ആലോചിച്ച് നോക്കണം.
കുറെ പേര് കടന്ന് ഉറങ്ങുന്നുണ്ട്. ഇവര് ഭയങ്കര ഗൂസ് ബംസ് മൊമെന്റ്സ് ആയിട്ട് ചെയ്യുന്ന ഒരുപാട് ഫൈറ്റ് ഉണ്ട് പടത്തിൽ. ഫൈറ്റോട്ട് ഫൈറ്റാ, പക്ഷെ വന്ന് നമുക്ക് ഒരു തരിപ്പുണ്ടാക്കൂല, ഒരു വികാരമില്ലാത്ത ഫൈറ്റ്. ഒന്നാമത്തെ കാര്യം എന്നിട്ട് ഞാൻ പറഞ്ഞില്ല കളർ ടോണാണ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ BGM. അതായത് ഇംഗ്ലീഷിൽ ഇങ്ങനെ കഥ പറയേ, കഥയാണോ ഇനി ഇപ്പോൾ കഥാപ്രസംഗമാണോ, അവിടുത്തെ കഥാപ്രസംഗം തോന്നുന്നുണ്ട്. ഇത് മതി, സൈലൻസ് മതി. ഇപ്പോൾ ആനേനെ വേട്ടയാടുന്ന സീനിലൊക്കെ സൈലൻസ് മാത്രം മതി. ആനേൻ്റെ ഒരു നോട്ടം, അല്ലെന്നുണ്ടെങ്കിൽ ഇവർ മറിഞ്ഞിരിക്കുന്ന സാധനങ്ങൾ, ഈ റിയാക്ഷൻ ഷോട്ട് മാത്രം മതി. ഇത് ജഗപുക കലപില ഒച്ചപ്പാടിട്ടിട്ട് തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ എല്ലാവരും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചുരുട്ട് വലിക്കുക. അല്ലെങ്കിൽ തന്നെ ഇത് കറുപ്പണത് കാണില്ല. ചുരുട്ടിന്റെ പുക ഊതിങ്ങനെ വിടുക. അപ്പുറത്ത് നിൽക്കുന്ന ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ മേത്തേക്ക് ഊതി വിടുക, സ്ലോ മോഷനും. ഈ പുകയാണെങ്കിൽ അവിടെ എത്തുന്നുമില്ല, കുറെ കഴിയണം അവിടെ എത്തണമെന്നുണ്ടെങ്കിൽ. എന്ത് ചെയ്യുമെന്ന് പറയും. ഞാൻ പറഞ്ഞത് ഈ വില്ലനെ ഇവന്മാര് ഇത്ര ബുദ്ധിമുട്ടിയൊന്നും വില്ലന്റെ ക്യാരക്ടറൈസേഷൻ ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതേപോലെ ഒരു വില്ലൻ ഈ കാല സിനിമയിൽ എനിക്ക് നമ്മളെ നാനാ പടേക്കർ, ഹരിദാദ ഭയങ്കര ഇഷ്ടമാണ്. പുള്ളി ഇങ്ങനെ ചുമ്മാ വന്നിരിക്കുള്ളൂ. പുള്ളിൻ്റെ നോട്ടം, ആ വൈറ്റ് ആൻഡ് വൈറ്റ്, പേരക്കുട്ടികൾ എടുത്ത് സംസാരിക്കുന്ന സംഭവങ്ങൾ, അധികം പേരൊന്നും ഉണ്ടാവില്ല. പുള്ളിൻ്റെ അംഗരക്ഷകരായിട്ടൊന്നും അധികം ആൾക്കാരൊന്നുമില്ല. പുള്ളിൻ്റെ നോട്ടം, ചിരി, ഡയലോഗ് ഡെലിവറി, അപ്പോൾ തന്നെ നമുക്ക് പേടിയാവും. അതുപോലെ എന്തെങ്കിലും ചെയ്താൽ പോരെ. ഇത് വില്ലൻ എന്ന് പറഞ്ഞിട്ട് കോമഡി വില്ലൻ. അതേപോലെ തന്നെ ഈ ആനക്കൊമ്പ് വേട്ടയാടുന്ന സമയത്ത് ആനേനെ ഷൂട്ട് ചെയ്യുന്ന സീനും അങ്ങനത്തെ സാധനമൊക്കെ ഉണ്ട്. അത് കണ്ടപ്പോൾ ഞാനൊരു പടം ഓർത്തു, എൻ്റെ ഓർമ്മയിൽ വന്നു. ഇയ്യോബിൻ്റെ പുസ്തകം ഒരു സീനുണ്ട് അതിനകത്ത്. അത് എപ്പോഴും മനസ്സിൽ തങ്ങി നിൽക്കുന്ന സീനാണ്. ഇപ്പൊമാരത് എടുത്തു വെച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ വെൽ ടേക്കൺ സാധനമാണ്. നല്ലൊരു വൃത്തിക്കുള്ള സ്ക്രിപ്റ്റ്, വെൽ ടേക്കൺ മൂവിയാണ് ആ പടം. വെൽ ടേക്കൺ മൂവിയാണ്. അതുപോലെ തന്നെ ആ സീനാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമുക്കിത് കാണുമ്പോൾ പലതും കമ്പാരിസൺ ഇങ്ങനെ തോന്നും. ഇവന്മാരെന്തെന്നാ ഇത് ചെയ്ത് വെച്ചിരിക്കുന്നത്, ഇതെന്തിനാ ഇത്രയും കഷ്ടപ്പെടുന്നത്, എന്തിനാ ചെയ്ത് വെച്ചിരിക്കുന്നത് തോന്നും. അതുപോലെ തന്നെ ഫസ്റ്റ് ഹാഫ് 1 മണിക്കൂറുള്ള ഫസ്റ്റ് ഹാഫ്. പക്ഷെ സമയം നോക്കുന്ന സമയത്ത് നമുക്കിത് സമയം നീങ്ങുന്നുമില്ല, ഭയങ്കര ബുദ്ധിമുട്ട്. പിന്നെ ഇത് പടത്തിൽ മൊത്തം ഇവർക്ക് പറയാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആനക്കൊമ്പും കൊണ്ടിട്ട് പിന്നെ ഈ ചോര ഇറങ്ങൂല, അതേമാതിരി തേനി കിടക്കൂല, അതേമാതിരി തേനി, രാമേശ്വരം, ജാഫ്ന, ശ്രീലങ്ക എല്ലാവരും തന്നെ. ഫൈറ്റ് സീൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയോ ഇടിയും പുകയും വെടിയും ഒന്നും മനസ്സിലാവും. ഒന്നാമത് അതിൻ്റെ ഈ കളർ ടോണാണ് ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ എഡിറ്റിങ്ങും അതാണ്. സെക്കൻഡ് ഹാഫ് ഒന്നും പറയാതിരിക്കാന്നല്ലേ. അടി വെടി ഇടി കുത്ത് ചവിട്ട് ആകെ പുക. ഇത് ഒരു ചേച്ചിയൊക്കെ വരുന്നുണ്ട്. ഈ ചേച്ചിയൊക്കെ വൻ കോമഡി. ചേച്ചിൻ്റെ കണ്ടിന്യൂറ്റി ഒക്കെ മാറുന്നുണ്ട്, പ്രോപ്പർട്ടീസൊക്കെ. ഒരു സമയത്ത് എനിക്ക് തോന്നിയതാണോന്ന് അറിയില്ല, ഇങ്ങനെ നോസിൽ റിങ് ഇട്ടിട്ടുണ്ട് പല സീനിലും. ഒരു സീനിൽ തന്നെ പലപ്പോഴും ചേച്ചിൻ്റെ ആ റിങ് കാണാതെ ആവുന്നുണ്ട്. ഇപ്പം എനിക്ക് തെറ്റിയതാണോന്ന് അറിയില്ല, കണ്ടോക്ക്. അക്കപ്പോട്ടെ, ഇതൊക്കെ എങ്ങനെയെങ്കിലും തീർന്ന് കിട്ടിയാൽ മതി എന്നിരിക്കുന്ന സമയത്ത് നമ്മളാകെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു സാധനം, നിങ്ങളൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്ന സാധനം ഒരു സംഭവമായിരിക്കും. ഇതിൻ്റെ ക്ലൈമാക്സിൽ എന്തോ ഒരു സസ്പെൻസ്, വിസ്മയം ഒരുക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനകത്തൊരു കുഴപ്പമുണ്ട്. ഇതിൻ്റെ ടൈറ്റിൽ കാണിക്കുന്ന സമയത്ത് ഈ മണ്ടന്മാർ താങ്ക്സ് കാർഡ് കാണിക്കുമല്ലോ, ഈ താങ്ക്സ് കാർഡ് കാണിക്കുന്ന സമയത്ത് കാണിക്കുന്നുണ്ട് ഈ പേര്. അപ്പോൾ ഇത് വായിച്ചു നോക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് മനസ്സിലാവും. ഞാനത് ആദ്യം തന്നെ വായിച്ചു, എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ആ തരിപ്പ് ആദ്യം തന്നെ പോയിട്ടുണ്ട്. ഞാൻ വിചാരിച്ച ആൾ തന്നെയാണ് ക്യാമിയോ എന്ന് പറഞ്ഞത്. അതും ഒന്നുമില്ല, അതും വികാരം ഇല്ലാത്ത അവസ്ഥയിലാണ് സംഭവിക്കുന്നത്. അങ്ങനെ മൊത്തത്തിൽ ഇതൊക്കെയാണ് സ്ഥിതി. മനസ്സിലായില്ലേ? ഇപ്പോൾ എനിക്ക് ഈ പടം എങ്ങനെയാണോ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഞാനിപ്പോൾ നിങ്ങളാ ഒരു പടം കാണരുത് എന്ന് പറഞ്ഞിട്ടില്ല, ഈ പടം തല്ലിപ്പൊളി പടമാണ് പറഞ്ഞിട്ടില്ല. എനിക്ക് ഈ പടം കണ്ടപ്പോൾ പിന്നെ ഉണ്ടായ അനുഭവം, ആ ഒരു എക്സ്പീരിയൻസ് നമ്മൾ ഷെയർ ചെയ്യണം. ഇത് ചിലപ്പോൾ ഇഷ്ടപ്പെടാതിരിക്കാം. അപ്പം എൻ്റെ ആസ്വാദന നിലവാരം വെച്ചിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാനിതിന് മുന്നേ കണ്ട സിനിമകളുടെ കുഴപ്പമാവാം, അല്ലെങ്കിൽ എൻ്റെ വായനേൻ്റെ യാത്രകളുടെ എൻ്റെ ക്യാരക്ടറിൻ്റെ ഒക്കെ പ്രശ്നമാവും. ഇതിപ്പോൾ ചില ആൾക്കാർ ഇത് കണ്ടിട്ട് ഇത് നല്ലതായിരുന്നല്ലോ, പിന്നെന്താ ഈ ചങ്ങായി ഇങ്ങനെ പറഞ്ഞതെന്ന് ചിന്തിക്കുകയാണെങ്കിൽ എൻ്റെ കുഴപ്പമാവാം. ഓക്കെ, നമസ്കാരം.